മണി 10 പ്യൂണെന്ന് പറഞ്ഞ കൊടുത്തിട്ടുള്ളത് എവിടെ പോയി കിടക്കണം ഇത് നിങ്ങൾ പരട്ടവൻ. എടോ താൻ ഈ ഫയലും കൊണ്ട് എന്തിനാണോ വീട്ടിലേക്ക് പോണത്? അല്ല സാർ അതൊരു ശീലമായി പോയി, അതുകൊണ്ടാ. എന്തിനാ താൻ ഈ ഫയലും കൊണ്ട് വീട്ടിലേക്ക് പോണേ? എന്തിനാ? അതെന്താ വെച്ചാൽ ഇത് തലക്കടിയിൽ വെച്ചാലേ ഉറക്ക് വരുന്നുണ്ട് സാർ, അതുകൊണ്ടാ. അത് ശരി, ഓഫീസിലെ ഫയല് മൊത്തം തലോനാക്കാൻ വേണ്ടി കൊണ്ടു നടക്കാം അല്ലേ? മണി 10 കഴിഞ്ഞ് പോയി ചായം പരിപാടി പിടിച്ചോ. പ്യൂണാന്ന് പറഞ്ഞ ഇറങ്ങിക്കോളും വിവരമില്ല. ഹലോ ഹലോ ഹലോ, ഇത് കോട്ടക്കൽ ബ്രാഞ്ച് അല്ലേ? അതെ, കോട്ടക്കൽ ബ്രാഞ്ചാണ്. ഞാൻ തിരുവല്ല ബ്രാഞ്ചിൽ നിന്ന് പ്രഭാകരനാണ്. മിസ്റ്റർ സദാശിവൻ? അതെ അതെ അതെ, സദാശിവൻ. എന്തൊക്കെയുണ്ട് പ്രഭാകര വിശേഷം? സുഖം തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓ, സുഖമായിട്ട് പോകുന്നു. അതെ, പിന്നെ ഞാൻ വിളിച്ചതേ നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട്. വൺ മിസ്റ്റർ ഗണേഷ് കുമാർ. ഇങ്ങോട്ടോ? ഗണേഷ് കുമാർ അല്ലേ? അല്ല, ആളെങ്ങനെ വല്ല കുഴപ്പക്കാരനൊക്കെയാണോ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ബെറ്റ്. അതെ 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 അതെ. എന്ത് പറ്റി? അതെ, അയാൾ എന്ത് പറഞ്ഞാലും വെറ്റ് വെക്കും. പിന്നെ അയാളുടെ മറ്റൊരു പ്രത്യേകത, ഇതുവരെ അയാൾ ബെറ്റിൽ തോറ്റിട്ടില്ല. എന്ത് ബെറ്റ് വെച്ചാലും അയാളെ ജയിക്കുള്ളൂ. അത് ശരി, ഇതുവരെ ബെറ്റിൽ തോറ്റിട്ടില്ല. എന്ത് ബെറ്റ് വെച്ചാൽ പുള്ളി തന്നെ ജയിക്കുകയും ചെയ്യും. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ. ഓ, അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. പുള്ളി ആരോട് ബെറ്റ് വയ്ക്കോ വയ്ക്കാതിരിക്കോ ജയിക്കോ തോക്കോ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ ഈ ഓഫീസിൽ അവന്റെ ഒരു ബെറ്റും നടക്കൂല. അപ്പൊ ഓക്കെ, എന്തായാലും ആള് വരട്ടെ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ. ബെറ്റ് അത് എന്റെ അടുത്ത്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ തിരുവല്ല ബ്രാഞ്ചിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഗണേഷ് കുമാർ. അതെ അതെ. ഓ, എന്നെ അവിടുത്തെ ബ്രാഞ്ചിലെ സദാശിവം വിളിച്ചിരുന്നു. അപ്പോ ഗണേഷ് കുമാർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നോ അതോ നാളത്തേക്കാണോ? എങ്ങനെയാണ്? ഇന്ന് ചെയ്യാം സാർ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. പിന്നെ ഗണേഷ് കുമാർ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഓഫീസ് കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. സമയം പറഞ്ഞാൽ സമയത്ത് വരിക, ഡ്യൂട്ടി പറഞ്ഞാൽ ഡ്യൂട്ടി ചെയ്യുക. അല്ലാതെ മറ്റ് ചിന്തകളും സംസാരങ്ങളും ഒന്നും ഈ ഓഫീസിൽ പറ്റില്ല. കാരണം ഞാൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. മനസ്സിലായോ? പിന്നെ ഞാൻ എന്തോ കേട്ടല്ലോ, താൻ എന്തോ ബെറ്റ് വയ്ക്കുമെന്നോ, ബെറ്റ് വെച്ചാൽ താൻ മാത്രമേ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല എന്നൊക്കെ പറയുന്ന കേട്ടു. എന്റെ പൊന്ന് സാറ്, എനിക്കങ്ങനെ ബെറ്റ് വെക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മറ്റുള്ളവർ എന്നെ കൊണ്ട് വെപ്പിക്കുന്നതല്ലേ അത്. ഓ, മറ്റുള്ളവർ തന്നെ കൊണ്ട് ബെറ്റ് വെപ്പിക്കുന്നതാണ് അല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താൻ ആരായാലും കൊള്ളാം, എന്ത് ബെറ്റ് വെക്കുന്നവനായാലും കൊള്ളാം, ഈ ഓഫീസിൽ ബെറ്റ് എന്നുള്ളൊരു വാക്ക് കേട്ട് പോകരുത്. അഥവാ കേട്ടാൽ എന്നെ തനി സ്വഭാവം എന്താ മനസ്സിലാക്കും. സാറേ, ഞാൻ അങ്ങനെ താല്പര്യം കൊണ്ട് വെക്കുന്നതല്ല. പിന്നെ ഇപ്പൊ ഞാൻ തന്നെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. സാറിന്റെ പുറകിൽ ഞാൻ പറയാം ഒരു മറുകൊണ്ടെന്ന് പറഞ്ഞ സാർ സമ്മതിക്കും? എന്റെ പുറകിൽ മറകില്ല. ആര് പറഞ്ഞു മറകില്ലെന്ന്? ഞാൻ പറഞ്ഞു. സാറൊന്ന് നോക്കിക്കേ, എന്റെ പുറകിൽ മറകില്ല. എന്റെ പൊന്ന് സാറാ, സാറിന്റെ പുറകിൽ മറുകൊണ്ട്. വെറുതെ ഗണേഷ് കുമാറെ വെറുതെ കളി എടുക്കരുത്. എന്റെ പുറകിൽ മറകില്ല. ഞാനല്ലേ പറഞ്ഞ മറുകൊണ്ടെന്ന് പറഞ്ഞു? എന്റെ പുറകിൽ മറകില്ല. ഇല്ല ഇല്ല. സാറിന്റെ പുറകിൽ മറുകൊണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. ബെറ്റണ്ട. എന്റെ പുറകിൽ മറകില്ല എന്നും പറഞ്ഞ് ബെറ്റണ്ട. 5000 രൂപ ബെറ്റ് എന്താ? ശരി, 5000 രൂപ ഞാൻ വെക്കുന്നു. ബെറ്റ് വെച്ചിരിക്കുന്നത് 5000 രൂപ. എന്റെ പുറകിൽ മറകില്ല. 5000 രൂപ ബെറ്റ്. 5000 രൂപ ബെറ്റ്. ബെറ്റ്. ഞാൻ പറയുന്ന മറു ഉണ്ടെന്ന് പറയും. ഞാൻ പറയുന്ന മറകില്ലെന്ന് പറയും. ഞാൻ പറയുന്ന മറു ഉണ്ടെന്ന് പറയും. ഞാൻ പറയുന്ന മറകില്ലെന്ന് പറയും. എന്നാ കാണിക്കുന്ന ഇങ്ങോട്ട് കിടക്കണ 5000 രൂപ. 5000 രൂപ ഞാൻ കാണിച്ചു തരാം. വെറുതെ ബെറ്റ് ബെറ്റെന്നും പറഞ്ഞ എന്റെ മേത്തോട്ട് കയറരുത്. എന്ത് പുറത്ത് പറയണ്ട, നോക്കണം. അതാ പറഞ്ഞ ബെറ്റ് വയ്ക്കുമ്പോ സൂക്ഷിച്ച് ബെറ്റ് വെക്കണം. മനസ്സിലായോ ഗണേശ? മനസ്സിലായി. ബെറ്റ് വെക്കാൻ വന്നേക്കണ് ഒരു ഊത്ത ഗണേഷ് കുമാർ. ഇനി ഗണേഷ് കുമാർ അല്ല, സാക്ഷാൽ സിനിമാ നടൻ ഗണേശൻ വന്നാൽ പോലും എന്നെ ബെറ്റ് വെച്ച് തോപ്പിക്കാണെന്ന് ഒരുത്തരും വിചാരിക്കണ്ട. പിന്നെയല്ലേ ഒരു ഇച്ചിരി ഇല്ലാത്ത ഞാനൂലിനെ കാട്ടിട്ടാണ് എന്നെ പേടിപ്പിക്കണം. ഇതിനും വലിയ എത്രയോമാരുടെ അടുത്ത് ബെറ്റും വച്ച് കൊടുത്തും കൊണ്ടും ജീവിച്ചിട്ടുള്ളവനായി ഞാൻ. പിന്നെ ഞാനൊരു ഗണേഷ് കുമാർ. ഓടാ അവിടുന്ന്. ഓ, ഇവനെ കുറിച്ച് വാതോരാതെ സംസാരിച്ച ഒരാളുണ്ടല്ലോ നമ്മുടെ തിരുവല്ല ബ്രാഞ്ചിലെ സദാശിവൻ. പുള്ളിനെ വിളിച്ചിട്ട് ബെറ്റ് വെച്ച് ഞാൻ അവനെ തോപ്പിച്ച കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ?
ഹലോ ഹലോ ഹലോ, തിരുവല്ല ബ്രാഞ്ച് അല്ലേ? അതെ മാനേജർ സദാശിവനുണ്ടോ? അതെ സദാശിവനാണ്. ആ എടോ സദാശിവ, ഞാൻ കൊച്ചി ബ്രാഞ്ചിൽ നിന്നാണ്. ആ പറയ്. എടോ, താൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ ഒരാളെ വിട്ടില്ലേ, ഗണേഷ് കുമാർ. താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? അവൻ ഭയങ്കര ബെറ്റ് വീരനാണ്, ബെറ്റ് വെച്ച അവൻ മാത്രമേ ജയിക്കുള്ളൂ എന്നൊക്കെയല്ലോ താൻ പറഞ്ഞത്. എന്താടോ ഉണ്ടായത്? എന്നാ താൻ ഞെട്ടാൻ തയ്യാറായിക്കോ. ഞാനും അവനുമായിട്ട് 5000 രൂപയ്ക്ക് ബെറ്റ് വെച്ച് ഞാൻ ജയിച്ച്. എന്ത് ബെറ്റാ വെച്ചത്? എന്ത് ബെറ്റാണെന്നാ? എടോ, ആ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞവൻ എന്നോട് പറയുവാ എന്റെ പുറത്തൊരു മറ കണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇല്ലെന്ന്. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് 5000 രൂപയുടെ ബെറ്റ് വെച്ച് ഞാൻ എന്റെ ഷർട്ട് ഊരി കോട്ട് ഊരി കംപ്ലീറ്റ് കാണിച്ചു കൊടുത്തപ്പോ, നിങ്ങൾ ഷർട്ട് ഒഴിച്ച് കോട്ട് ഒഴിച്ചപ്പോ എന്റെ പുറത്ത് മറകില്ല. അങ്ങനെ ആ ബെറ്റ് ഞാൻ ജയിച്ച്. ചതിച്ചല്ലോ ദൈവമേ. ഷർട്ട് ഊരിയത് എങ്ങനെയാണോ ചതി വന്നത്? എടോ, ജോയിൻ ചെയ്യുന്ന ദിവസം പുതിയ ബ്രാഞ്ചിലെ മാനേജറുടെ ഷർട്ട് അയപ്പിക്കും പറഞ്ഞ് എന്നോടൊരു 10000 രൂപ വെച്ച് വെച്ചിട്ടാടോ അവൻ അങ്ങോട്ട് വന്നത്. ഓ, ഈ ബെറ്റ് എന്ന് പറഞ്ഞ വാക്ക് കണ്ടുപിടിച്ചവനെ എന്റെ കൈ കിട്ടിയെന്ന് ഞെരിച്ചാൻ അവനെ കൊന്നേനെയാ. എന്താ സാർ, എന്ത് പറ്റി സാർ? ഒന്നുമില്ലടോ. എന്താ സാർ, വല്ല അസുഖം? ഒന്നുമില്ല. അല്ല, ഗുളികമാരും വാങ്ങിക്കണം സാർ. ഒന്നും മേടിക്കണ്ട. എടാ പൊന്നുമോനെ, നിന്നെ ഞാൻ രാവിലെ വന്നപ്പോ കുറെ ചീത്ത പറഞ്ഞില്ലേ? നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒത്തിരി ടെൻഷന്റെ പുറത്തായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ ചീത്ത പറയേണ്ടി വന്നത്. ഇനിയിപ്പൊ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നീ ചായ മേടിക്കാൻ പോയാലും കൊള്ളാം, ഫയല് വീട്ടിൽ കൊണ്ടായാലും കൊള്ളാം, ഇവിടെ എന്ത് തോന്നിവാസം കാണിച്ചാലും കൊള്ളാം, ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിന്നെ ഞാൻ ചീത്ത പറയില്ല. ഉറപ്പാണ് സാർ? സത്യം. സത്യം. എന്റെ അമ്മ സത്യം. സത്യമായിട്ട്. എന്നാൽ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ സാറിന് കൊണ്ടുവരുന്ന ചായയിൽ ഞാൻ തുപ്പിയിടില്ല. जुगलबंदी പുള്ളിക്കാരൻ്റെ ഭാര്യ ഇനി അരമണിക്കൂറോടെ ജീവിച്ചിരിക്കുള്ളൂ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്തായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാം. ഹലോ മിസ്റ്റർ, വീടല്ലേ? എന്തും സഹിക്കാനുള്ളൊരു കഴിവാണ് നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടത്. തീർച്ചയായിട്ടും ഡോക്ടർ. ഇപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും തരുമായിരിക്കും, പക്ഷെ നമ്മളിതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ അകത്ത് കിടക്കാണല്ലോ. അവളുടെ കാര്യം ഞാനാണ് നിങ്ങളുടെ ഭാര്യയെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് വരൂ. വരൂ. എവിടെ പോന്ന്? അല്ല, ഞാൻ വന്നതാ. അങ്ങനെ വരൂ. നിങ്ങളുടെ ഭാര്യ, അതെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ ഒരിക്കലും അപ്സെറ്റ് ആവരുത്. തീർച്ചയായും ഡോക്ടർ, പറയൂ ഡോക്ടർ. നിങ്ങൾക്കിത് അത് സഹിക്കാനുള്ളൊരു കഴിവാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾ മനസ്സിനെ നിങ്ങൾ അതിനുള്ള സജ്ജമായിക്കണം. ഞാൻ സജീവമായി. നിങ്ങളുടെ ഭാര്യ അല്ല, അപ്പോൾ ഞാൻ വളരെ ശ്രമിച്ചു, പക്ഷേ നിങ്ങളുടെ ഭാര്യ പറഞ്ഞു ഡോക്ടർ, പറയണോ? നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. പ്ലീസ്, നിങ്ങൾ എന്നെ കൂടെ പറയണോ? നിങ്ങളുടെ ഭാര്യ ഇനി അരമണിക്കൂർ കൂടെ ജീവിച്ചിരിക്കുള്ളൂ. നിങ്ങൾ സഹിച്ചേ പറ്റൂ, പ്ലീസ്. ഇതാണ് വലിയ കാര്യം. 18 കൊല്ലമായിട്ട് ഞാൻ സഹിക്കാം. പിന്നെയാണോ ഡോക്ടർ ഈ അരമണിക്കൂർ? ഒന്ന് പോ ഡോക്ടർ, പോടോ. പിന്നെയാണ് ദൈവമേ. ഹലോ, പറയൂ സാറാമേ. ആക്സിഡന്റ് ആയിട്ട് വന്ന രോഗിയെ കിടത്താൻ സ്ഥലമില്ലെന്നോ? നമ്മുടെ പേവാടിന്റെ വരാന്തെ കിടത്തുന്നേ. അവിടെ പട്ടി വെട്ടി കൊടുക്കുവാന്നു. എന്റെ സാറാമ്മ ചെന്നിട്ട് ആ പട്ടിയോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ട് അയാൾ അവിടെ കിടത്ത്. പിന്നെ സാറാമ്മേ, ഉച്ചയ്ക്ക് കാണണം കേട്ടോ. അത് പിന്നെ നമ്മൾ പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ സംഭവിക്കും.
ഡോക്ടറെ പിന്നെ വിളിക്കാം. എന്താ പ്രശ്നം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പ്രശ്നം? എന്റെ പേര് രാമനാഥ്. അതാണോ തന്റെ പ്രശ്നം? അതല്ല, എനിക്കല്ല പ്രശ്നം. പിന്നെ ആർക്കാണ്? എന്റെ അച്ഛനാണ് പ്രശ്നം. തന്റെ അച്ഛൻ എന്താണ് പ്രശ്നം? എന്റെ സാറ്, എന്റെ അച്ഛൻ സർക്കാർ ഓഫീസിലെ ഒരു ടൈപ്പിസ്റ്റ് ആണ്. പുള്ളി ഇപ്പൊ റിട്ടയർഡായി. അത് കഴിഞ്ഞ് പുള്ളിക്കുള്ള കുഴപ്പം എന്താണെന്നറിയാം? എന്താ കുഴപ്പം? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ പുള്ളി കസേര പോയിരിക്കും. എന്നിട്ട് ഇങ്ങനെ ടക്ക് 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 ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും വൈകുന്നേരം ഒരു 5 മണി വരെ. ഓ, രാവിലെ 10 o'clock മുതൽ വൈകിട്ട് ഈവനിങ് 5 o'clock വരെ പുള്ളി ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? തന്റെ അച്ഛൻ, യുവർ ഫാദർ, വളരെ ആത്മാർത്ഥതയുള്ള ഒരു ടൈപ്പിസ്റ്റ് ആയിരുന്നു. അതായിരുന്നല്ലോ. അതെ, നമുക്കൊരു പണി ചെയ്യാം. എന്താ? നമുക്കതായത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിനെ ടൈപ്പറൈറ്റിംഗ് കുലാബിയ ഓഫ് ദ മെഡുലോ ഒബ്ലോംഗേറ്റ ഫൺട്രി എന്നാണ് പറയുന്നത്. എന്ത്? രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റി എന്ന് വരില്ല. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നമുക്ക് ഉറക്കാം. ആരെ? എൻ്റെ അച്ഛനെ. ഉറക്കി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇവിടുന്ന് കുറച്ച് ഉറക്ക ഗുളിക തരും. അത് വല്ല പാലിലോ കട്ടൻ്റായാലോ വല്ല OPR-ലോ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുത്ത് തൻ്റെ അച്ഛനെ താൻ ഉറക്കുന്നു. അങ്ങനെ അച്ഛൻ ഒരാഴ്ച ഗാഠമായ നിദ്ര. അതുകൊണ്ട് എന്താ നമുക്ക് പ്രയോജനം? ഈ ഒരാഴ്ച കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തൻ്റെ അച്ഛൻ്റെ മനസ്സിൽ നിന്നും ഞാനൊരു സർക്കാർ ജോലിക്കാരനായിരുന്നു, ഒരു ആത്മാർത്ഥതയുള്ള ടൈപ്പിസ്റ്റ് ആയിരുന്നു എന്നുള്ള വിഭാഗിക ചിന്തയുടെ ഉത്കൃഷ്ടതയിലുള്ള ഗ്ലിതമുണ്ടല്ലോ, അത് മാറിക്കിട്ടും. മനസ്സിലായില്ല സാർ. രണ്ടാമത് പറയാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നും ചോദിക്കരുത്. എന്തായാലും നമ്മൾ രണ്ടുപേരും ചേർന്ന് തൻ്റെ അച്ഛനെ ഒരാഴ്ച പറയൂ. പിത്തം, കഫം, മലമൂത്രം എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? എന്റെ പൊന്നു സാറേ, എന്നെ ഓർക്കുന്നില്ലേ? ഒരാഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. ഓ, അച്ഛനെ ഉറക്കി കിടത്താൻ വന്ന രാമനാഥൻ. ഞാൻ അച്ഛനെ സാറ് പറഞ്ഞു സുന്ദരമായിട്ട് ഉറക്കി കിടത്തി. അച്ഛൻ സുഖമായി ഉറങ്ങി കാണുമല്ലോ. ഒരാഴ്ച നല്ല സുന്ദരമായിട്ട് അടിപൊളിയായിട്ട് ഉറങ്ങി. വെരി ഗുഡ്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോഴാ പ്രശ്നം. എന്ത് പ്രശ്നം? എന്റെ പൊന്ന് സാറേ, നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ പുള്ളി ടൈപ്പ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പൊ അതല്ല, രാപകലില്ലാതെ ഫുൾ ടൈം ടൈപ്പാ. ഓ, അത് ശരി. 10 മണി മുതൽ 5 മണി വരെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛൻ ഇപ്പോൾ ഉറക്കമില്ലാതെ രാപകലിരുന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉറക്കമില്ലെന്ന് എന്റെ അഭിപ്രായത്തിൽ തന്റെ അച്ഛൻ ഒരു പ്രത്യേക ടൈപ്പാണ്. ഇക്കണക്കിന് പോയാൽ ഞാൻ ഒരു ടൈപ്പ് ആവും. ഒരു പണി ചെയ്ത നിങ്ങൾ അപ്പോൾ അച്ഛനോട് തിരക്കില്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ 24 മണിക്കൂർ ഇരുന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു? അപ്പൊ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നീ എന്നെ ഒരാഴ്ചയായിട്ട് ഉറക്കി കിടത്തിയതല്ലേ, ഈ ഒരാഴ്ചത്തെ വർക്ക് വേറെ കിടക്കാണ്, അത് തീർക്കാനുള്ള ഓവർ ടൈം വർക്കാണ്.